റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതലോടുകൂടെയാണ് നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഹാസിദീങ്ങൾ ഉണ്ടാകും, അവരുടെ മക്റിൽ ഖദിഅത്തിൽ നിന്ന്, ചതിയിൽ നിന്നൊക്കെ അല്ലാഹു നമ്മയും കുടുംബത്തെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കഥ പറയാറുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. ഈ അസൂയയുടെ ഭാഗമാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ എന്നാണ്. ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേർ എന്ന് പറയുന്ന സംഗതി സത്യമാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേർ ഹഖ്ഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ വിപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഐന ഹഖ്ഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുൽ ഐൻ. അല്ലാഹു തആല ഖദർ ഖലാ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയുന്ന അല്ലാഹുവിന്റെ ഡിസിഷൻ. ഏതൊരു വിഷയം ലോകത്ത് നടക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ എന്തെങ്കിലും മറികടക്കുമായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ തീരുമാനമല്ലാത്തത് വല്ലതും ഇവിടെ നടക്കുമായിരുന്നുവെങ്കിൽ ലസബഖതുൽ ഐൻ, കണ്ണേർ ആ ഖലാഇനെ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഓവർടേക്ക് ചെയ്യൂല. കണ്ണേർ സംഭവിച്ചാലും അത് നടക്കുന്നത് അല്ലാഹുവിന്റെ ഖലാ കൊണ്ട് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി നിങ്ങൾ പറയുന്ന ചരിത്രം പിന്നതാണ്. സമയം വൈകുന്നുണ്ടോ? യാ റബ്ബി, 11-12 അപ്പോ 2 ചെറുപ്പക്കാർ, അവരുടെ വാപ്പ മരിച്ചു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് 2 ആൺമക്കൾ ഓഹരി വെച്ചെടുത്തു. 2 സഹോദരന്മാർ. ഒരു സഹോദരൻ ആ സമ്പത്ത് ബിസിനസ്സിൽ ഇറക്കി, നല്ല അധ്വാനിച്ച് ബിസിനസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, സത്യസന്ധമായി ബിസിനസ് ചെയ്തു. അപ്പോൾ ബിസിനസ് ഫ്ലറിഷ് ചെയ്തു. ഈ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ ബിസിനസ് പുരോഗമിക്കുമെന്ന് നിർബന്ധമില്ല കേട്ടോ. അള്ളാഹിന്റെ അടുത്ത് പുരോഗമിക്കും. പക്ഷെ ദുന്യാവിൽ ചിലപ്പോ സത്യസന്ധമായി കച്ചവടം ചെയ്തപ്പോൾ പൊളിഞ്ഞെന്ന് വരും. അങ്ങനെ ഉണ്ടാവും. കണിയത്ത് ഉസ്താദൊക്കെ മരക്കച്ചവടം പൊളിഞ്ഞത് അങ്ങനെയാണ്. ടിമ്പറിന്റെ ഈ മരക്കച്ചവടം നടത്തിയിട്ട് ചെറിയ ഓട്ടൊക്കെ കാണുമ്പോൾ വരുന്ന കസ്റ്റമറോട് പറയണ ഉസ്താദ്, എന്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണിയത്ത് ഉസ്താദ് അവറുകൾ, പിന്നെ ഇവിടെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ, ഇത് ചിലപ്പോൾ ഉള്ളിക്ക് വലിയ ഓട്ടമായിരിക്കും. അപ്പൊ പിന്നെ 10,000 കിട്ടേണ്ട മരത്തിന് 2,500 കിട്ടുള്ളൂ. ചിലപ്പോൾ ഉള്ളിക്ക് ഉണ്ടായില്ല എന്നല്ലേ വരും. ഉസ്താദ് അങ്ങനെ പറയാറുണ്ട്, ഉള്ളിക്ക് വലിയ ഓട്ടം ഉണ്ടാവും ചിലപ്പോ. എല്ലാ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടാണ് കച്ചവടം നടത്തുക. അങ്ങനെ ടിമ്പർ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ. പക്ഷെ അള്ളാഹിന്റെ അടുത്ത് പൊളിയോ? ഇല്ല. ഇദ്ദേഹം ഇഖ്ലാസോടുകൂടെ അമല് ചെയ്തു, സംഗതി ഉഷാറായി, ക്ലിക്കായി. ഞാൻ ആദ്യം പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ പലിശേർപ്പാടൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് ജെന്യൂൻ സാധനങ്ങൾ ഒരു ഫ്രോഡും ചെയ്യാതെ ഫോർജ് ചെയ്യാതെ വളരെ സത്യസന്ധമായി, എന്നിട്ട് പടച്ചോനെ ഞാനാകെ കുടുങ്ങിപ്പോയല്ലോ, സർവ്വ തട്ടിപ്പ് നടത്തുന്ന തൊട്ടുപുറത്തെ ഷോപ്പുകാരനോ ഓനതാ ഉഷാറായി പോകുന്നു, ഇതെന്താ കഥ? അതൊക്കെ അള്ളാഹു ഈ ദുന്യാവിൽ ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുത്തത് എന്താണ്? മഖബൂലാണ്. മറ്റേത് ചില കുമിളകളെ പോലെയാണ്. ഇത് പൊങ്ങും അങ്ങ് തകരും ചെയ്യും. കണ്ടിട്ടില്ല വലിയ വലിയ വിഷയങ്ങളൊക്കെ തകരുന്നത്. അപ്പോ ഇയാളുടെ കച്ചവടം ഉഷാറായി. മറ്റേ സഹോദരൻ അടിച്ചു പൊളിച്ച് സർവ്വ സമ്പത്തും കുടിച്ചു തീർത്ത് ഗാംബ്ലിംഗ് ചെയ്തിട്ട്, ഗാംബ്ലിങ്ങിന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ചൂതാട്ടത്തിന് പോയിട്ട് എല്ലാം തീർന്നു. പക്ഷേ ഈ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനായിരുന്നു. അനുജൻ സർവ്വ കുരുത്തക്കേടും കളിച്ചിട്ട് പൈസ തീർന്നപ്പോ ഇയാൾക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു, കുടുംബത്തിന് കൊടുത്തേക്ക്, ഭക്ഷണത്തിന്. കാരണം പക്ഷെ അനുജന്റെ മനസ്സിൽ ആ ഒരു നന്ദി തോന്നിയിട്ടില്ല. എന്താ ഇപ്പൊ കാക്കാന്റെ അടുത്ത് ഇത്ര കൂടാൻ കാരണം, ജ്യേഷ്ഠന്റെ അടുത്ത് ഇച്ഛാന്റെ അടുത്ത് ഇത്ര കൂടാൻ കാരണം? ഇത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എന്നെ പോലെ തന്നെ എന്റെ ജ്യേഷ്ഠനും ഫക്കീറാവണമെന്ന് ഇവനൊരാഗ്രഹം കൽബിന്റെ ഉള്ളിൽ. നേരെ മറിച്ചാണ് വേണ്ടത്. ഇയാൾക്കുണ്ടായാലല്ലേ എനിക്കുണ്ടാവും, ഇയാളല്ലേ എന്നെ സഹായിച്ചത്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മലയാളികളുടെ ചിന്തയിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? മുതലാളിക്ക് ഉണ്ടാകുമ്പോൾ മുതലാളിയോട് അസൂയ. ഈ മുതലാളി ഉണ്ടായിട്ടല്ലേ എനിക്ക് തൊഴിലാളിയാവാൻ പറ്റിയത്, എനിക്ക് തൊഴിൽ കിട്ടിയത് എന്നല്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഏതായിരുന്നാലും ഇയാളുടെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ചത് അസൂയ കൊണ്ടാണ്. അപ്പൊ നാട്ടിലൊരു പ്രധാനപ്പെട്ട കണ്ണേറുകാരനുണ്ട്. നോക്കി പറഞ്ഞതാണ്. ഇപ്പൊ കണ്ണൂരിലൊരു സുഹൃത്ത് എന്റെ വിഷയം പറഞ്ഞിരുന്നു. അവരുടെ മുമ്പിലൊരു കുറച്ച് വീടും പറമ്പ് സ്ഥലമൊക്കെ ഉണ്ട്, വാങ്ങിനെ പറ്റില്ല. എന്തോ ചർച്ച നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഞങ്ങളുടെ ചക്കയിൽ ഇഷ്ടം പോലെ ചക്ക തളർത്ത് ഒരുപാട് ചക്ക. ആ വർഷം അതിന്റെ മുമ്പൊരിക്കലില്ലാത്ത അത്ര ചക്ക ഉണ്ടായ സമയത്ത് ഈ സ്ത്രീ
എന്തോ ഒരു കാര്യം പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു, മറന്നുപോയി. എന്തൊരു ഉദാഹരണം പറഞ്ഞത് ഒരു മാസം കൊണ്ട് ആ മഴയുള്ള ഒറ്റ മാസം കൊണ്ട് ആ മരം ഉണങ്ങിപ്പോയി. ഒരു മാസം എടുത്തിട്ട്. അതിന് മുമ്പ് വേറെ അനുഭവങ്ങളുണ്ട്. ആ സ്ത്രീ ഇങ്ങനെ നോക്കി പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. കുറെ അനുഭവങ്ങൾ കാണും. ഇസാബത്തുൽ ഐനി ഹക്കുന്നാണ്, കണ്ണീർ സത്യമാണ്. ഇംഗ്ലീഷുകാരൻ ഈവിൾ ഐ എന്നാ പറയാം. അതിന്റെ സീക്രട്ട് എന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. മെഡിക്കൽ സയൻസിന് ഒരു പിടുത്തം കിട്ടാത്തൊരു സംഗതിയാണ്. എന്താ ഈ സംഭവിക്കുന്നത്? അപ്പൊ ഈ അനുജൻ എന്ത് ചെയ്തു? കണ്ണീറുള്ള ഒരാളടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ സഹോദരന്റെ കച്ചവട സംഘം ഈ വഴിക്ക് കടന്നു പോകും, അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി പറഞ്ഞാൽ സംഗതി തകരുമല്ലോ, അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ഇയാൾക്ക് ലേശം കാശും കൊടുത്തിട്ട് കച്ചവട സംഘം വരുന്ന ദിവസം കാത്തിരിക്കുകയാണ്. അപ്പൊ കച്ചവട സംഘം അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്. ഈ കണ്ണീറുള്ള ആൾക്ക് കാഴ്ച ഇച്ചിരി കുറവാണ്, ദൂരക്കാഴ്ച. കണ്ണടൊന്നും ഉണ്ടാകാത്ത കാലമായിരിക്കും ചിലപ്പോൾ. ദൂരക്കാഴ്ച കുറവാണ്. ദൂരന്നേ ഈ കച്ചവട സംഘം വരുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്ത് ദാ വരുന്നുണ്ട്, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ കച്ചവട സംഘം, ദാ വരുന്നു, കണ്ടില്ലേ? അതാ പറഞ്ഞു, ടോ നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാണല്ലോ, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. നീ പറഞ്ഞ പരമാർത്ഥം കണ്ണുവേദന തുടങ്ങി. അന്ന് രാത്രിക്ക് രാത്രി ഇവന്റെ കാഴ്ച പോയിന. അത് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയാൻ കാരണം ഇവൻ ഫിത്തന ഉദ്ദേശിച്ചതാ, അള്ളാഹു ആ ഫിത്തനെ തിരിച്ചടിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഉയർത്തുകയാണെങ്കിൽ, അള്ളാഹു തആല ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ ആർക്കും അത് തകർക്കാൻ കഴിയില്ല. ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റൂല, ആരെക്കൊണ്ടും. നമ്മള് ജനങ്ങളുടെ വിചാരിച്ചോ അല്ലെങ്കിൽ നാട്ടുകാർ അന്നല്ല, അള്ളാഹുവാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത്. അള്ളാഹുവാണ് ഒരാൾക്ക് നിഅമത്ത് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്തത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുആദു നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിനോട് നിങ്ങൾ ശത്രുത ചെയ്യരുത്. പറഞ്ഞു, വമൻ യുആദി മിന്ന നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ആരാണ് നമ്മൾ ശത്രുത വെക്കുക? പറഞ്ഞു, അസൂയയുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിനോട് ശത്രുത വെക്കുന്നത്. എന്തേ? അള്ളാഹു തആല അയാൾക്ക് കൊടുത്തു, അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ നല്ല ആളാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് നല്ല ആളായതുകൊണ്ട് അള്ളാഹ് കൊടുത്തില്ലേ, നീ എന്തിനാ ശത്രുത വെക്കുന്നത്? അയാളുടെ മോശപ്പെട്ട ആളാണെങ്കിൽ, മോശപ്പെട്ട ഒരാൾക്ക് അള്ളാഹ് കൊടുത്തിട്ട് നീ എന്തിനാ അസൂയ വെക്കേണ്ട കാര്യം? രണ്ട് നിലക്കാണെങ്കിലും അള്ളാഹുവിന്റെ ഖിസ്മത്തല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടു കൊടുത്തല്ലേ, ഞാൻ എന്തിനാ അസൂയപ്പെടണം? ഇത് പ്രവാസികളായ ആളുകളും വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. 10 കൊല്ലം നിന്നു, 15 കൊല്ലം ജോലി ചെയ്തു, 20 കൊല്ലം ജോലി ചെയ്തു, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, മറ്റോ കുറെ ഉണ്ടാക്കിയല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പിശാച്ച് വെറുതെ മനസ്സിന്റെ ഉള്ളിൽ അസൂയകൾ ഉണ്ടാക്കി തരും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, പ്രത്യേകിച്ച് ബാച്ചിലർ റൂമിലൊക്കെ ആവുമ്പോഴേ അങ്ങനെ സംസാരം. ഓൻ്റെ കയ്യിൽ ഇപ്പൊ എത്രയാ ശമ്പളം, ഓനിപ്പോ കൂടിയോ, പടച്ചറപ്പ എന്റെ മുതലാളി എന്തോ ഒരു പിശുക്കന, 5-10 കൊല്ലമായിട്ട് എനിക്ക് 100 രൂപ വരെ കൂട്ടിയിട്ടില്ല. ഇവൻ പറയാം, അവൻ പറയാം, എനിക്ക് ഓരോ കൊല്ലം 500 കൂടാണ്. യാ റബ്ബേ, ഇവന്റെ ഇടങ്ങേറ് എത്രയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുക്കും ബിൽ കിത്മാൻ, ചില വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സഹായം തേടണം എന്നാണ്. മറച്ചു വെക്കണം, മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ടാണ്. പറഞ്ഞു കൊടുക്കാൻ തന്നെ ആൾക്കാർ പെരുപ്പിച്ച് പറയും. മനുഷ്യന്മാരെ പെരുപ്പിച്ച്, നമ്മൾ പൂച്ചു വെക്കുന്ന സംഗതി തന്നെ ആളുകൾ എന്ത് ചെയ്യും, നാട്ടുകാരൊക്കെ പെരുപ്പിച്ച് പറയും. എനിക്ക് ഇന്ത്യയുടെ അനുഭവം ഉണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ എന്റെ ഇവിടുത്തെ ശമ്പളം പറഞ്ഞിട്ട് ഒരാളെ സംഖ്യ, യാ റബ്ബ് ഇത്രയൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ എവിടെ എത്തി പോയെന്ന് ഞാൻ തന്നെ ആഗ്രഹിച്ചു പോയി. നാട്ടിൽ ചെന്നപ്പോ പറയാ, നാട്ടില് അങ്ങനെയാണല്ലോ, എന്തോ വലിയ സംഖ്യ പറഞ്ഞു. അപ്പൊ അത്രയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അപ്പോ ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുക്കും ബിൽ കിത്മാൻ, മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തരണമെന്ന്. ചില വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ട. ഓഫർ ലെറ്റർ കിട്ടുമ്പോഴേക്കും ദാ കിട്ടിയിട്ടോ, ഞാൻ ഇനി കയറാൻ പോണത് എമിറേറ്റ്സിലാണ്, പൈലറ്റായിട്ട് കയറാണ് പറയാൻ നോക്കണ്ട. എന്ത് ചെയ്താൽ മതി, കിട്ടിയിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ജോലി. അപ്പോ ജനങ്ങളിൽ അസൂയ വരുന്നതാണ്, അസൂയ ഉണ്ടാവും. ഒന്നല്ലേ പ്രത്യേകിച്ച് ദാരിദ്ര്യം, വലിയ കഷ്ടപ്പാടൊക്കെ ഉള്ള ആളുകളാവുമ്പോഴേ വലിയ വിഷമം കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് അസൂയ കലർന്നുള്ള നോട്ടങ്ങളാണെങ്കിൽ അതിലൊക്കെ വലിയ അപകടങ്ങളും സംഭവിക്കും. അങ്ങനെ ഉള്ള നല്ല നിലയിലുണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നതും ജോലി പിരിച്ചുവിടലും, ഒരുപാട് ആളുകളെ പിരിച്ചുവിടേണ്ട ഗതിയാണ്. ആരും പിരിച്ചുവിട്ടില്ല, ഇയാളെ 1-2 ആൾക്കാർ മാത്രം പിരിച്ചുവിട്ടു. പടച്ച റബ്ബേ, എന്താ സംഭവിച്ചത് എന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ ഭയങ്കരമായി തകർച്ചകൾ സംഭവിക്കുന്നു. ഇതിലൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ അസൂയകൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പേടിക്കണമെന്നാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്,
നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ണിന് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം മാഷാ അല്ലാഹ് എന്ന് പറയണം. മഹാനായ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു അൻ അബീഹി, അവരുടെ ഉപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഏത് തോട്ടത്തിൽ കയറിയാലും ഒരു തോട്ടം കണ്ടാലും, അന്നൊക്കെ അതാണ്, ഇന്നിപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പോലെ അന്ന് തോട്ടമാണ്, കണ്ടാലും ഇഷ്ടപ്പെടുന്ന എന്ത് കണ്ടാലും റഅ ശൈഅൻ യുഅ്ജിബു, സന്തോഷമുള്ള എന്തെങ്കിലും കണ്ടാൽ ഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് പറയും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ലെന്നാണ്. ഒരു മനുഷ്യൻ അസൂയക്കാരൻ അസൂയ വെച്ച് നോക്കുന്ന ആ ഒരു നോട്ടത്തിലോ വാക്കുകളിലോ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഉപദ്രവം ഉണ്ടാവുക. നേരെ മറിച്ച് ഈ കണ്ണേറുള്ള ആളുകൾ മുമ്പിലുണ്ടായിരിക്കെ അവരുടെ മുമ്പിൽ തന്നെ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹു ഖാൻ, അല്ലാഹു എന്ത് ഉദ്ദേശിച്ചുവോ അത് നടന്നു, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹ് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നടക്കുന്നത്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു നൽകുന്ന കഴിവല്ലാതെ ലോകത്ത് വേറെ ഒരു കഴിവുമില്ലല്ലോ എന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ചിന്തയിൽ അല്ലാഹുവിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അസൂയ ഉണ്ടാവില്ലെന്നാണ്. അസൂയ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും ഏത് വാക്കും പറയുമ്പോൾ എന്ത് പറയണം, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആവണം. നമുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലോ അയൽപക്കത്തോ നാട്ടിലോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ആൾക്കാർ, അവർക്കത് അവരറിയാതെ തന്നെ അങ്ങ് പറഞ്ഞു പോകും, അതാണ് വിഷയം. ഒരു കുഞ്ഞ് ജനിച്ച് നല്ല കുട്ടി, മക്കളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞായിരുന്നു ഒരു കുട്ടി ജനിച്ച. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ വന്ന് നല്ല നിറവും ചെറുക്കൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ കുട്ടിയൊന്നും മറ്റു കുട്ടികളൊന്നും അങ്ങനെ ഇല്ലതാനും, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞു പുല്ലിൽ വെള്ളരിക്ക കൊണ്ടുപോയി വെച്ച പോലെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് അങ്ങ് അസുഖം വന്നു, മുഖമൊക്കെ നിറം പോയി, ശരീരത്തിന്റെ ആ ഷേപ്പ് തന്നെ മാറിപ്പോയി, കുട്ടി തന്നെ ആ കുട്ടിയേ അല്ല. അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ സയൻസിന് വ്യാഖ്യാനം തരാൻ കഴിയില്ല, ഒരു മെഡിക്കൽ ഡോക്ടർമാർക്കും ഇത് അനലൈസ് ചെയ്യാനും കഴിയില്ല. അവർ എന്തോ സംതിങ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പേരിട്ട് തരും എന്നല്ലാതെ ഇത് എന്താ പരിഹാരം ഞങ്ങൾ ഇതുവരെ മരുന്നിട്ടില്ല എന്നേ പറയുള്ളൂ. കാരണം ഇത് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ഇസ്വാബത്തുൽ ഐനാണ്. അങ്ങനെ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്നാണ് പറയേണ്ടത്, മാഷാ അല്ലാഹ് എന്ന് പറയണം, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്.